സോ ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഡേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇതുവരെ ഡേറ്റിങ്ങിന് പോകാത്ത വ്യക്തിയാണെങ്കിൽ, ഇനി അഥവാ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡേറ്റിങ്ങിന് പോകേണ്ടി വരികയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റിങ് നിങ്ങൾക്ക് സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കും. ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തിയതിൽ നിന്നും ഈ ഡേറ്റിങ്ങിന് പോകുന്ന ആളുകളിൽ 100-ൽ ഏകദേശം 70% ആളുകൾ ഫെയിൽ ആവാറുണ്ട്. 30% ആളുകൾ മാത്രമാണ് സക്സസ് ആവുന്നത്. ഈ റിലേഷൻഷിപ്പുകൾ ഗവേഷണം നടത്തുന്ന ചില ആളുകൾ ഈ 30% സക്സസ് ആയിട്ടുള്ള ഡേറ്റിങ്ങുകൾ പരിശോധിക്കുകയും അതുപോലെ ഫെയിൽ ആയപ്പോൾ 70% ഡേറ്റിങ്ങുകൾ പരിശോധിച്ചതിൽ നിന്നും ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുകയുണ്ടായി. ആ 30% ആളുകൾ ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം അവരുടെ ഡേറ്റിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ആ ഡേറ്റിങ് സക്സസ് ആക്കി എടുക്കാൻ സാധിച്ചത്. അതുപോലെ 70% എന്ന ഫെയിൽ ആയപ്പോയ ഡേറ്റിങ്ങിൽ ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയുണ്ടായില്ല. അത് ആ ഡേറ്റിംഗ് ഫെയിൽ ആവാൻ മെയിനായിട്ടും ഒരു കാരണമായിട്ടും ഇവർ കണ്ടെത്തി. ഇനി പറയാൻ പോകുന്ന കോമൺ ആയിട്ടുള്ള കാര്യം, അത് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റിങ്ങിലും കൂടി കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും 80% ചാൻസുകൾ നിങ്ങളുടെ ഡേറ്റിംഗ് സക്സസ് ആകും. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ ടോപ്പിക്സ് അറിയാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഷെയർ കൂടെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. നിങ്ങളുടെ ഡേറ്റിങ് നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത് മാക്സിമം കുറച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച് അവരെ കൊണ്ട് കൂടുതലായി സംസാരിപ്പിക്കുക. ഈ ഒരൊറ്റ കാരണമായിരുന്നു ആ 30% വരുന്ന ഡേറ്റിങ്ങുകൾ വിജയിക്കാനുള്ള മെയിനായിട്ടും ഈ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കോമൺ ആയിട്ടുള്ള കാരണം. ആളുകൾക്ക് അവരെപ്പറ്റി ഒരുപാട് പറയുന്നതും മറ്റൊരാൾ അവരെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നതും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവർ പറയുന്ന ആ കാര്യങ്ങൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നവരെ അവർക്ക് അതിലേറെയും ഇഷ്ടപ്പെടും. ഈ ഒരു ഒറ്റ കാരണമായിരുന്നു ആ 30% വരുന്ന ഡേറ്റിങ്ങുകളെ ഒരു സക്സസ്സിലേക്ക് നയിച്ചത്. ഇനിയും ആ ഫെയിലായിപ്പോയ 70% വരുന്ന ഡേറ്റിങ്ങുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വന്ന ആളുകളെല്ലാം തന്നെ അവരെപ്പറ്റി കൂടുതൽ പറയാനാണ് ഉത്സാഹിച്ചത്. അതും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ചോദിക്കാതെ തന്നെ. അവരെപ്പറ്റി അവർ കുറേ ബഡായി അടിച്ചു, കുറേ കാര്യങ്ങൾ അവർ സ്വയം തന്നെ അവരെ അങ്ങ് പൊക്കി പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വരികയാണ്, എനിക്ക് ഇത്രയും പണമുണ്ട്, എനിക്ക് ഇത്രയും വലിയ ജോലിയുണ്ട്, ഞാൻ ഈ കുടുംബത്തിലുള്ളതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ സ്വയം പൊക്കി പറഞ്ഞതുകൊണ്ട് ഓപ്പോസിറ്റ് ഇന്ന ആൾക്ക് അയാളോടുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും ആ ഒരു ഡേറ്റിങ് പിന്നീട് ഫെയിലായി മാറുകയും ചെയ്തു. സ്വന്തം കാര്യം മാത്രം പറഞ്ഞ് സ്വയമേ പൊക്കി ഇങ്ങനെ വാതോരാതെ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റിങ്ങിൽ ഫെയിലിയർ ആയിരിക്കും കിട്ടുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല. അയാൾ നിങ്ങളെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയായിട്ടായിരിക്കും കാണുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അതുപോലെ കുറച്ച് മാത്രം സംസാരിക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെപ്പറ്റി നല്ല ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഡേറ്റിങ് ഹൈ ചാൻസസ് സക്സസ്ഫുൾ ആകും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുമ്പോൾ മാക്സിമം നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ധാരാളമായി സംസാരിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. ഒരു സെൽഫിഷ് ടോക്ക് മാക്സിമം ഒഴിവാക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് അവരെപ്പറ്റി കുറേ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അതിലൂടെ അവരെ സംസാരിപ്പിക്കുക. സോ ഡേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.